നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആ ഒരു പേര് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഗൈസ്, വെൽക്കം ടു ബ്രാൻഡ് ബിൽഡിംഗ് സീരീസ്. സോ അങ്ങനെ ഞാനും എൻ്റെ ബ്രാൻഡ് നെയിം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ഓണ്ടർപ്രണർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ആ ബ്രാൻഡ് നെയിം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സൈറ്റിലേക്ക് പോവുക, അവിടെ പോയിട്ട് നിങ്ങളുടെ ബ്രാൻഡ് നെയിമും നിങ്ങളുടെ ക്ലാസ്സും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ ഓരോ ബിസിനസ്സിനും ഓരോ ക്ലാസ്സസ് ഉണ്ട്. ഇപ്പം ഞാൻ തുറക്കുന്നത് ഒരു ഫുഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. അതിൻ്റെ നമ്പർ എന്ന് വെച്ചാൽ 3013 ആണ്. സോ അതുപോലെ നിങ്ങളുടെ ക്ലാസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ദെൻ നിങ്ങളുടെ ബ്രാൻഡ് നെയിം അവിടെ അടിച്ചു കൊടുക്കുക, ക്ലാസ്സും സെലക്ട് ചെയ്യുക, ജസ്റ്റ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ പേര് ആരെങ്കിലും ഓൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫ്രീ ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും. അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതിലൂടെ നിങ്ങളുടെ ആ ഒരു ബ്രാൻഡ് നെയിം രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, ആ ഒരു പേര് നിങ്ങളുടേതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് ഏത് ക്ലാസ്സിലാണെന്ന് അറിയില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ വെബ്സൈറ്റിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു PDF നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരാം.